കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ വിഷ്ണു പലിശയ്ക്ക് പണം വാങ്ങാൻ പോയ സ്ഥലത്ത് അയാൾ ഓരോ അവസ്ഥകളൊക്കെ പറയുന്നു. അയാളുടെ കുഞ്ഞിന് വയ്യ. അപ്പം നമ്മുടെ കമലം പറയുന്നത് ഇതൊക്കെ വെറുതെയാണ്, ആശാൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന നല്ല രണ്ടടി വെച്ച് കൊടുക്കാനൊക്കെ പറയുന്നു. അപ്പം വിഷ്ണു ഇങ്ങനെ കൈ നീട്ടും. അപ്പോൾ കമലിന് എന്ത് ചെയ്യും, അവിടെ കിടക്കുന്ന ഒരു ടൂൾ എടുത്ത് കൊടുക്കുക. അപ്പം വിഷ്ണു കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് അത് താഴോട്ടിടും. എന്നിട്ട് കമലിനോട് പറയടാ അതല്ലടാ ബാഗ് എടുക്കാനാ പറഞ്ഞതെന്ന് പറയാം. അങ്ങനെ ആശാൻ എന്ത് ആശാൻ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ബാഗ് തുറന്നിട്ട് കുഞ്ഞിന് എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അയാൾ പറയും 6 വയസ്സായി എന്ന് പറയും. അങ്ങനെ അയാളുടെ കയ്യിലേക്ക് കുറച്ച് പണം വെച്ച് കൊടുക്കുകയാണ്. അപ്പം വിഷ്ണുവിൻ്റെ ആ പഴയ സ്വഭാവം മാറി പുതിയൊരു വിഷ്ണുവായി മാറുകയാണ്. ഇടിയൊന്നും ഇല്ലാതെ മറ്റുള്ളവരോട് സഹതാപമൊക്കെ തോന്നുന്ന ഒരു വിഷ്ണുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാലിനി പരുത്തിക്കുന്ന് കോളനിയിൽ പോയിട്ട് അവരെ കുടിയേറിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ മാറ്റി ആ മുഴുവൻ സ്ഥലവും ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ശാലിനി ചെല്ലുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടി വിളിക്കുമ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു, ഇപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ വയ്യാത്തവരാ, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പം അനു പറയുന്നുണ്ട് ഇതൊക്കെ കള്ളാണ് മേഡം, ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, കുറേ ഗുണ്ടകളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറയും. അപ്പം ശാലിനിയുടെ ഡ്രൈവറും പറയും മോളെ ഇത് ചുമ്മാ മോളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്, ഇതൊന്നും അല്ല ഇവിടുത്തെ ശരിക്കുള്ള സമ്മതി എന്ന് പറയും. ആ സമയത്താണ് മെമ്പറും സ്വാമി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം മെമ്പർ പറയും മേഡം ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ മേഡത്തെ വെറുതെ വിടത്തില്ല, ഇത് പ്രശ്നമാവും, ഞാൻ ഇവിടുത്തെ മെമ്പറാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം, ഇവിടെ ഉള്ളവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകും, മഹീന്ദ്ര മോൾ അതിൽ ഉള്ളതുകൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ശാലിനി ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ സ്വാമിയും പറയും അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയും. അപ്പം ശാലിനി കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് പറയും, അനുവിനോട് പറയും അനു ഒരു കാര്യം ചെയ്യ്, ഇവിടെ താമസിക്കുന്ന ഇവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തിട്ട് അഗതി മന്ദിരത്തിലേക്ക് ഇവരുടെ മരുന്നുകളും ഫുഡിനും ഉള്ള എല്ലാം ഏർപ്പാടാക്കിയിട്ട് അവരെ മാറ്റാൻ പറയും. അങ്ങനെ ശാലിനി പറയും അതിനുശേഷം JCB എന്താണെന്ന് വിളിച്ചാൽ ഇത് ഇവിടെ ഇടിച്ച് നിരത്തണം എന്ന് പറയും. അപ്പോൾ സ്വാമി അവിടെ കിടന്ന് പറയും അതൊന്നും ശരിയാകത്തില്ല മേഡം എന്നൊക്കെ പറയും. അങ്ങനെ ശാലിനി കളക്ടർ ഓർഡർ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഘവൻ നായരുടെ അടുത്ത് ശാലിനി എന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശാലിനിയുടെ അടുത്ത് കാഹളത്തിൻ്റെ കാര്യം പറയുന്നു. ശാലിനിയെ സഹായിക്കാൻ ചിലപ്പോൾ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ കാണും, അതുമല്ല പുറത്തുള്ള എതിരാളിയായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നോക്കി വേണം മോളെ കളിക്കാൻ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകും എന്നൊക്കെ പറയുവേ. അപ്പോൾ ശാലിനി പറയില്ല എന്തായാലും ഞാനത് ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അപ്പോൾ രാഘവൻ നായർ പറയും അപ്പുറത്തെ സൈഡിലുള്ളത് ശക്തനായ എതിരാളിയാണ്, അതുകൊണ്ട് ബുദ്ധി കൊണ്ട് വേണം ഇവിടെ നീങ്ങാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശാലിനി ഉപദേശിക്കുകയൊക്കെ ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ വിഷ്ണുവും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം വിഷ്ണുവിനെ കാണുന്നതോടെ സത്യഭാമ പറയും എടാ പൈസയൊക്കെ കിട്ടിയോന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഇല്ല അമ്മയെന്നൊക്കെ പറയും, അവന് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമ്മേ, അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ സത്യഭാമ പറയും നീ എന്താണ് ഇങ്ങനെ മാറിയത്, ആ പണ്ടത്തെ ഇടിവള വിഷ്ണുവിനെ ഓർത്താണ് ഞാനിതൊക്കെ തുടങ്ങിയത്, നമ്മുടെ അവസ്ഥ കൂടെ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ശാലിനിയാണെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പാവത്തെ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം സത്യഭാമ പറയും നീ ആകെ മാറിയല്ലോടാ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പം വിഷ്ണു ഒന്നും മിണ്ടത്തില്ല. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഹേന്ദ്രൻ, കാരണം അവിടെ കോളനി മൊത്തം ഇത് കളയുന്ന പറഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കത്തല്ലോ. അപ്പം അയാൾ പറയുകയാണ് ഇനി ഇതിൻ്റെ മൂർത്തിഭാവം വന്നാലേ ഇവിടെ എല്ലാം ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോലീസുകാരെ അടിക്കുന്ന സീനൊക്കെ കാണിക്കുന്നു. അവനിപ്പം വരുന്നു പറയുന്നു, അത് വേറെ ആരുമല്ല എൻ്റെ മകൻ ശിവൻ എന്ന് പറയും. അപ്പം മഹേന്ദ്രൻ്റെ മകനായിട്ടാണ് ശിവൻ വരുന്നത്. അപ്പം വരും എപ്പിസോഡിൽ ശാലിനിയും ശിവനുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.